സുബ്ഹാനല്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലം വബാരിക് അലൈഹി. ഒരു ചെറിയ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പതിവാക്കുന്നവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും അവരുടെ ജോലിയിലും അവരുടെ വരുമാനത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ദാമ്പത്തിക ജീവിതത്തിലും എല്ലാം അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. മാത്രമല്ല, നാം ചെയ്യപ്പെടുന്ന എല്ലാ മേഖലകളിലും ഒരുപാട് ജനങ്ങൾ വ്യത്യസ്തമായ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു ആ മേഖലകളിലെല്ലാം നല്ല ഉയർച്ച നൽകപ്പെടുന്ന ഒരു മഹത്തായ ഒരു സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. മാത്രമല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, മഹദിവറുകൾ പറഞ്ഞത്, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഞാൻ ഓതാതെ ഇരുന്നിട്ടില്ല. അത്രത്തോളം വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ്. അപ്പൊ ഈ സൂറത്തൊക്കെ നമ്മൾ ഓതുമ്പോൾ നമ്മൾ പോലും അറിയാതെ അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നമുക്ക് നൽകപ്പെടുന്നതാണ്. ഞാനിന്ന് പറയാൻ പോകുന്ന ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ്. ഈ സൂറത്തിനെ പറ്റി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ എനിക്ക് എത്രത്തോളം മഹത്വമുണ്ടോ അതിനേക്കാൾ മഹത്വമുണ്ട് ഈ ഒരു സൂറത്തിന്. അപ്പോൾ ഈ സൂറത്തിന് എത്രത്തോളം പവർ ഉണ്ടാകും, ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ ജീവിതം തന്നെ പച്ച പിടിച്ച് കിട്ടുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ, ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, വേദനകളുണ്ട്. അപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സൂറത്തൊന്ന് പതിവാക്കി നോക്ക്, അല്ലാഹു വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഇത് പാരായണം ചെയ്യാതെ ഞാൻ ഇരുന്നിട്ടില്ല. ഇത് പാരായണം ചെയ്യുന്നവർക്ക്, ഇത് പാരായണം ചെയ്യാത്തവർക്ക് വലിയ നഷ്ടമാണ്. ചെയ്യുന്നവർക്ക് അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതാണ്. ഇത് പതിവാക്കുന്നവരുടെ കച്ചവടത്തിലും ബിസിനസ്സിലും അവരുടെ ജോലിയിലും അവരുടെ വരുമാനത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ ദാമ്പത്തിക ജീവിതത്തിലും വിജയവും ഉയർച്ചയും ഉണ്ടാകാൻ കാരണമാണ്. യാതൊരു സംശയമില്ല, വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. നാം ചെയ്യുന്ന എല്ലാ മേഖലകളിലും പച്ച പിടിച്ചു കിട്ടാനും നമ്മുടെ തൊഴിലിലും ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും മക്കളിലും അങ്ങനെ തുടങ്ങി എല്ലാത്തിലും ഉയർച്ചയും അതുപോലെ തന്നെ നമ്മുടെ ഉയർച്ചയും അനുഗ്രഹങ്ങളും വന്നു ചേരാൻ ഒരു കാരണമാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക്. ചില സൂറത്തുകൾ പലതവണയായിട്ടാണ് ഇറങ്ങിയതെന്നാൽ ഈ സൂറത്ത് ഇറങ്ങിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റ തവണയായിട്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സൂറത്ത് ഇറക്കിയത്. ഇത് ഓതേണ്ടത് എല്ലാ നമസ്കാര ശേഷവും 7 തവണ. അപ്പം ഇത് മഹാരഥന്മാർ പറയുന്നു, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, വേദനകൾ അത് വ്യത്യസ്തമായ രീതിക്ക് നമുക്കുള്ളത്. അതൊക്കെ മാറിക്കിട്ടാൻ മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഇത് എല്ലാ നമസ്കാര ശേഷവും 7 തവണ വീതം ഓതിയാൽ അയാൾക്ക് കിട്ടുന്ന വമ്പൻ നേട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരെങ്കിലും ഒരാളെല്ലാ നമസ്കാര ശേഷവും ഈ ഒരു സൂറത്തിന് 7 തവണ പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ഏത് നിസ്കാരത്തിന് ശേഷമാണോ അയാൾ പാരായണം ചെയ്തത്, അപ്പൊ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അയാൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് ഏത് നിസ്കാരത്തിന് ശേഷമാണ് അല്ലാഹു അയാളെ നമസ്കാരം സ്വീകരിക്കുന്നതാണ്. അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നമ്മളെ നമസ്കാരം ഒരു പക്ഷേ റബ്ബ് സ്വീകരിക്കണമെന്നില്ല. കാരണം എന്താണ്? നമ്മൾ നമ്മളെ കൈയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ചിന്തയിലായിരിക്കാം, അല്ലെങ്കിൽ ഇഖ്ലാസിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നമസ്കാരത്തിന്റെ പാകപ്പിഴവുകൾ കൊണ്ടോ അല്ലാഹു സ്വീകരിച്ചില്ലെന്ന് വരാം. എന്നാൽ ഒരാൾ നമസ്കാരത്തിന് ശേഷം 7 തവണ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയിൽ നിന്ന് ആ നമസ്കാരം സ്വീകരിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്രത്തോളം മഹത്വം നോക്കൂ. രണ്ടാമതായി കിട്ടുന്ന നേട്ടം മഹാനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അബൂ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറയുകയാണ്, ഒരാൾ ഈ കുഞ്ഞു സൂറത്ത് ഒരു പ്രാവശ്യം പാരായണം ചെയ്താൽ നാം ഖിയാമത്ത് നാളിൽ വന്നു നിൽക്കുമ്പോൾ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ഏതെല്ലാം ഫറായിദുകൾ, അതായത് നമുക്ക് ഫർദായ കാര്യങ്ങൾ കുറെ ദുനിയാവിൽ ഉണ്ട്, അത് മുഴുവനും വീട്ടാനായിട്ടാണ് നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതായി കിട്ടുന്ന നേട്ടം നോക്കാം. നമ്മളെല്ലാവരും പല മേഖലകളിൽ ബന്ധപ്പെടുന്നവരാണ്. പല രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടാകും, നമ്മുടെ വളർച്ച കണ്ടിട്ടുണ്ടാകും, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ശത്രുക്കളായി ഒരുപാട് പേര് നമ്മളിലേക്ക് വരും. അല്ലേ? ഒന്നീ നമ്മുടെ വളർച്ച കണ്ടിട്ട് അല്ലെങ്കിൽ അസൂയ മൂത്തിട്ടൊക്കെ ശത്രുക്കളുണ്ടാകും. അങ്ങനെയുള്ളവരിൽ നിന്ന് ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരികയില്ല. അതുപോലെ തന്നെ അയൽവാസികൾ, കുടുംബക്കാർ,
അവർ ശത്രുക്കളായി വരുന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുതയിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്നതാണ്. അവരുടെ ശത്രുത ഇത്ര വർദ്ധിക്കുന്നതനുസരിച്ച് അല്ലാഹു അവർക്ക് ഓരോരോ വിഷയങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ സൂറത്ത് ഓതുമ്പോഴുള്ള പ്രതിഫലമാണ്. ഈ വ്യക്തിക്ക് അള്ളാഹുവിന്റെ പ്രത്യേക സഹായമുണ്ടാകും. ഈ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് അള്ളാഹുവിന്റെ പ്രത്യേക സഹായമുണ്ടാകും. ഏത് ശത്രുക്കളെയും അള്ളാഹു മുട്ടുകുത്തിക്കാൻ പറ്റും. അയാൾ നമ്മൾ ഇടങ്ങേറാക്കും തോറും അള്ളാഹു അദ്ദേഹത്തിന് ഓരോ വിഷയങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെ കുടുക്കിക്കൊണ്ടേയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ സൂറത്ത് ഓതുന്നവർക്ക് അള്ളാഹു നൽകപ്പെടുന്ന മഹത്വങ്ങളാണ്. നാലാമതായി കിട്ടുന്ന നേട്ടം, ഈ സൂറത്ത് ഒരാൾ പതിവായി പാരായണം ചെയ്താൽ ആ വ്യക്തിയുടെ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പച്ച പിടിപ്പിക്കുന്നതാണ്. അതായത് അദ്ദേഹത്തിന് എവിടെയും എല്ലാ മേഖലകളിലും അല്ലാഹു ഉയർച്ച നൽകുന്നതാണ്, സാമ്പത്തികമായി വളരുന്നതാണ്, കുടുംബത്തിൽ സമാധാനവും സന്തോഷവും അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ ഈ സൂറത്ത് ഓതുന്നവർക്ക് അല്ലാഹു ദുനിയാവും ആഖിറവും നൽകുന്നതാണ്. മഹത്തുക്കളായ പണ്ഡിതന്മാർ ഈ സൂറത്തിന് വ്യാഖ്യാനം നൽകപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മഹത്വങ്ങൾ പറയുന്നുണ്ട്. അഞ്ചാമതായി കിട്ടുന്ന നേട്ടം, ഈ സൂറത്ത് ഓതുന്ന വ്യക്തിയെ ഖബറിൽ കൊണ്ടുവച്ചാൽ ഒരു തരി ഇരുട്ട് പോലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഈ സൂറത്ത് ഓതി ഹദിയ ചെയ്താൽ അല്ലാഹു അവരുടെ ഖബറുകളെ വിശാലമാക്കുന്നതാണ്. ആറാമതായി കിട്ടുന്ന നേട്ടം, ദുനിയാവിൽ തന്നെ ഈ വ്യക്തിക്ക് അല്ലാഹു ഖൈറിന്റെ വാതിലുകൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. അതായത് ദുനിയാവിൽ അയാൾക്ക് ഇഷ്ടമുള്ള എല്ലാ ഖൈറിന്റെ വാതിലുകളും അല്ലാഹു തുറന്നു കൊടുക്കുന്ന ഒരു മഹത്തായ സൂറത്താണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചെറിയ ഒരു സൂറത്താണ്. അതിന്റെ മഹത്വങ്ങൾ നോക്ക്. അതുപോലെ അല്ലാഹു ശർറിന്റെ ബുദ്ധിമുട്ടുകളുടെ വാതിലുകളെല്ലാം അല്ലാഹു അടയ്ക്കുന്നതാണ്. ഏഴാമതായി കിട്ടുന്ന നേട്ടം, ഈ സൂറത്ത് 7 വട്ടം എല്ലാ നമസ്കാര ശേഷവും പാരായണം ചെയ്താൽ സ്വർഗത്തിന്റെ വാതിൽ അദ്ദേഹത്തിന് അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. ഇനി ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. പ്രധാനപ്പെട്ട 7 നേട്ടങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ പറഞ്ഞത്. ഈ സൂറത്തിന് ഏതാ നമുക്ക് നോക്കാം. ഇത്രയും മഹത്വങ്ങൾ പറഞ്ഞ ഈ സൂറത്താണ് സൂറത്തുൻ നസ്ർ. ഈ സൂറത്ത് ഞാൻ നോക്കി തരാം. വളരെ ചെറിയ സൂറത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ഇത്രയും ചെറിയ സൂറത്ത് എത്ര മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്താണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ഈ സൂറത്ത് ഓതുന്നതോടൊപ്പം ഒരു തസ്ബീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതും കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. അതായത് മുത്തുനബിയോട് അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹു ഹബീബായ നബി തങ്ങളോട് പറയുന്നു, തഹമീദും ഇസ്തിഗ്ഫാറും തസ്ബീഹും ചൊല്ലണേ. ഇത് മൂന്നും ഇതിലുണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അപ്പോൾ ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ സൂറത്തിനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സൂറത്ത് പാരായണം ചെയ്യണം. അല്ലാഹു എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാവരും ഈ സൂറത്ത് പാരായണം ചെയ്യണം. നമ്മുടെ കൂട്ടത്തിലെ രോഗമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കൾക്ക് സാലിഹ്യങ്ങളായി ഇണകിട്ടാത്തവരുണ്ട്, അതുപോലെ ദാരിദ്ര്യം കൊണ്ട് വരിയുന്നവരുണ്ട്, കടക്കാറുണ്ട്, അതുപോലെ മക്കളില്ലാത്തവരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും ഈ മഹത്തായ സൂറത്തൊന്ന് പാരായണം ചെയ്ത് നോക്കുക. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നൽകപ്പെടുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا رب رحمهما كما ربونا صغارا.
اللهم ادفع عنا البلاء والوباء والقحط والأمراض يا أرحم الراحمين أرحم الراحمين അല്ലാഹുവേ പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ കരുണക്കടലായ അല്ലാഹ് ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ് ഇതിന്റെ എല്ലാം ഇതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുകൂടെ ഖബറിലെത്തിക്കണേ പടച്ചവനെ അല്ലാഹുവേ എല്ലാവിധ ഖൈറുകളും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ് ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളും തൊട്ടും വിപത്തുകളും തൊട്ടും നീ ഞങ്ങളെ കാക്കണേ പടച്ചവനെ എല്ലാവിധ ഖൈറുകളും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മാഫ് ചെയ്യണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങൾ പലരും രോഗികളാണ് ഞങ്ങളുടെ രോഗങ്ങൾ ശുഭയാക്കണേ അല്ലാഹ് ഞങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ് ഞങ്ങളുടെ ഭവനങ്ങൾ പെട്ടെന്ന് പണി പൂർത്തിയാക്കണേ അല്ലാഹ് ഭവനമില്ലാത്തവർക്ക് ഭവനം നൽകണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ ഭവനങ്ങൾ പണി നടക്കുന്നത് പെട്ടെന്ന് പൂർത്തിയാക്കണേ പടച്ചവനെ അല്ലാഹു ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ സർവ്വവിധ ആപത്ത് മുസീബത്തുകളിൽ നിന്നവരെ ഞങ്ങളെ കാക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഭവനങ്ങളെല്ലാം നീ ബർക്കത്തുകൾ നിലനിർത്തണേ അല്ലാഹ് സന്തോഷമായി താമസിക്കാനുള്ള സൗകര്യങ്ങൾ നൽകണേ അല്ലാഹ് ആപത്ത് മുസീബത്തുകൾ രോഗങ്ങൾ അപകട മരണങ്ങൾ പ്രയാസങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവരെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തെല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ അല്ലാഹു ഞങ്ങളെ മക്കൾക്കൊക്കെ നീ ബുദ്ധിപൂർവ്വം നൽകണേ അല്ലാഹ് അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ് സർവ്വവിധ ആപത്ത് മുസീബത്തുകൾ അവരെ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ് ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ് വിദേശ രാജ്യത്തിൽ നിൽക്കുന്നവർക്കെല്ലാം ഖൈർ നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കച്ചവടത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ് ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നിലനിർത്തണേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ اللهم صل وسلم وبارك على سيدنا النبي والمرسلين والحمد لله السلام عليكم ورحمة الله وبركاته.